ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലിക്ക് പോകേണ്ട റോഡാ ഇതൊക്കെ. റോഡ് എന്നൊന്നും പറയാൻ പറ്റൂല, ഭാവിയിൽ ഇത് കൂടെയൊക്കെ റോഡ് വരെയൊക്കെ. റോഡ് വന്നാ പിന്നെ ആ ത്രില്ല് പോയി. ഓഫ് റോഡ് അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് റൂട്ട്. ഇവിടെയൊക്കെ നല്ല മര്യാദക്ക് ഒരു മഴ ഇതാ മലന്റെ മേലിന്ന് പാറക്കല്ലാളൊക്കെ ഇതേമാതിരി റോട്ടിക്ക് വന്നു. അതുകൊണ്ട് ഈ റൂട്ട് കൂടെ എപ്പോഴും JCB ഉണ്ടാവും. നമ്മളൊന്ന് ഈ മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും ഡേഞ്ചർ. ഹിമാചൽ പ്രദേശിലെ ദൂരത്തിലെ സ്പിറ്റി വാലിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ടാണ്. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് പറയുന്നത് 4500 മീറ്ററിന്റെ മേലായിട്ട് വരും. ഈ ഓഫ് റോഡ് തുടങ്ങി അവസാനിക്കണ വരെ ഏകദേശം ഒരു 200-300 കിലോമീറ്റർ നമ്മളെ ഫോണിൽ റേഞ്ചും സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. പെട്രോൾ ഒന്നും കഴിഞ്ഞ പിന്നെ നോക്കേ വേണ്ട. അതുകൊണ്ട് മണാലിയിൽ നിന്ന് 6 വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ വന്ന് ഇവിടെ നിന്ന് നമ്മൾ അഹമ്മദാബാദ് ട്രക്ക് ചെയ്ത് കയറിയപ്പോ കണ്ട പോലെ ഇടവിട്ട് വ്യത്യസ്തമായിട്ടുള്ള ടെറൈനാണ്. പക്ഷെ ഈ വീഡിയോയിലെ മൺസൂൺ ടെറൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ കാട്ടിത്തരാം. ഇവിടേക്ക് പിന്നെ ഇതേപോലെ കുറെ കുതിരി ആടാളൊക്കെ ഉണ്ട്. ആർതാണോ അതൊക്കെ? അങ്ങനെ അവിടെ ഒരു ധാബ കണ്ടപ്പോ എല്ലാരും പാടെ വണ്ടി സൈഡാക്കി. പള്ളിക്കില്ല എന്തായാലും തിന്നിട്ട് മതി ഇഞ്ഞില്ല പോക്ക്. ആ ധാബയത് നമ്മളെ മാതിരില്ല കുറച്ച് ട്രാവലേഴ്സിനെ പരിചയപ്പെട്ടു. ഓലോട് അങ്ങനെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ധാബയുടെ ഒരു ഹസ്കി. അതിന് കൊടുക്കുക നമ്മളതിൽ ബിസ്ക്കറ്റ് ഒന്നും ഇല്ല. ഹസ്കി പിന്നെ ലൈസ് ഇന്നാത്തോണ്ട് ലൈസ് നമ്മളെ തിന്നേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ ട്രിപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഓക്കെ ബൈ.